ബൈജു സന്തോഷല്ലേ? ഉം. അദ്ദേഹമായിട്ടുള്ള അടുപ്പം എങ്ങനെയാ? അത് വേറൊരു കുരുത്തക്കെട്ട. ഈ വൈബില് വരുന്നോണ്ട് ചോദിച്ചതാ. ബൈജുയുടെ വീടിന്റെ മുകളിൽ 2 ഫ്ലോർ ഉണ്ടായിരുന്നു. ആ. അതിൽ മുകളിലത്തെ ഫ്ലോറിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്, ഞാനും ഉം. വൈഫും. ഉം. കല്യാണം കഴിഞ്ഞ ടൈമിൽ മൂത്ത മോനുള്ള സമയത്ത് ഉം. എൻ്റെ മൂത്ത മോനെ ഒരുപാട് നോക്കിയിട്ടുള്ളതാണ് ബൈജുയുടെ അമ്മ. ഉം. എൻ്റെ മൂത്ത മോനായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു, ഭയങ്കര സഹായമായിരുന്നു ബൈജുയുടെ അമ്മ. ഉം. ഉം. അപ്പം ഞാൻ ഈ എപ്പോഴും എറണാകുളം പോകുമായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഈ കാറിൽ പോയി മടുത്ത് പിന്നെ ട്രെയിനിൽ പോകാൻ തുടങ്ങി. അപ്പോൾ കാറ് താഴെ ഇടും. അമ്മ എറണാകുളത്ത് ഞാൻ പോയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബൈജു വിളിച്ചടാ, നിൻ്റെ വണ്ടി എടുത്തപ്പോഴേ ചെറുതായിട്ടൊന്ന് മുട്ടി. ഉം. ഞാൻ നമ്മുടെ ടാജിലെ നാസറിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഓക്കേടാ, കുഴപ്പമൊന്നുമില്ല എന്നാ. അത് കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രം വന്നു. ക്ലബ്ബിൽ എന്തുണ്ട്, അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലാണ്, അവിടെ എപ്പോൾ കിട്ടും, 2 ദിവസം കഴിഞ്ഞ് കിട്ടൂടാന്നൊക്കെ പറഞ്ഞു. ക്ലബ്ബിൽ പോയപ്പോൾ മണിയമ്പിള്ള രാജു ആ. എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ വണ്ടി ആ നമ്മുടെ വള്ളയമ്പലത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലിരിക്കണുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ബിൽഡിങ്ങിൻ്റെ മുകളിലാ? അപ്പോൾ നമ്മുടെ ദിനേശ് പണിക്കറിൻ്റെ കടയുണ്ട് അവിടെ, വീഡിയോ ഷോപ്പ്. ആ ബിൽഡിങ്ങിൽ എന്താണ് ചെന്ന് ഇടിച്ച് മുകളിലോട്ട് കയറ്റി കൊടുത്തത്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബൈജുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ, എടാ ബൈജു ഇത് എവിടെയാണ് ഇടിച്ചത്? എടാ വണ്ടി പുറത്തോട്ട് ഇറക്കിയപ്പോൾ ആ ഗേറ്റിൻ്റെ ഇതിൽ. അതിന് കുഴപ്പമൊന്നുമില്ലടാ, അത് ഞാൻ അപ്പം തന്നെ ശരിയാക്കിയടാ. അതിനുശേഷമാണ് ഞാൻ ഈ വർക്ക്ഷോപ്പിലോട്ട് പോണത്. വർക്ക്ഷോപ്പിലോട്ട് പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടില്ല, മാരുതി 800 KL1333 എന്ന് പറഞ്ഞ നല്ല ഫാൻസി നമ്പറൊക്കെ ആയിട്ട് ഒരു വണ്ടിയായിരുന്നു, വണ്ടിയുടെ ഫ്രണ്ടില്ല. തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ചിരി. അത് ഞാൻ ശരിയാക്കി തരാടാ, ഞാൻ അതിന് ഇൻഷുറൻസ് ഉണ്ട്, അത് കിട്ടിക്കോളൂ, അത് കുഴപ്പമില്ല.